ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി സബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ജീവിതത്തിൽ അനിതരം സാധാരണമായി സംഭവിക്കുന്നതാണ് കുടുംബസംഗമം എന്നുള്ളത്. പലപ്പോഴും വിവാഹങ്ങളിലോ അല്ലെങ്കിൽ മരണ വീടുകളിലോ മാത്രം വേഗം വന്ന് പങ്കെടുത്തു പോകുന്നതിലുപരിയായി ഒരു ദിവസം പൂർണ്ണമായി അതിനു പിന്നിൽ ഒരുപാട് സമയങ്ങൾ ചെലവഴിച്ച ആൾക്കാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു മനോഹരമായ ദിവസം നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. മഖ്ദൂം മുസ്ലിയാരകത്ത് കുടുംബം എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെട്ട കുടുംബമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ അടയാളത്തിന്റെ പ്രതിഭകളുടെ മിന്നലാട്ടം മുകളിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ താഴെയുണ്ടെന്ന കാര്യത്തിൽ എന്നെക്കാളും നിങ്ങൾക്കത് അറിയുന്നുണ്ടാവും. ഒരു പക്ഷേ എന്നെക്കാൾ സംസാരിക്കാനും അതുപോലെ എന്നെക്കാളും ഇതിന് നേതൃത്വം നൽകാനും കഴിവും പ്രാപ്തിയും ശേഷിയുമുള്ളവർ ഒരുപാട് താഴെയുണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. എങ്കിലും ഈ ഒരു സന്ദർഭം എന്നെ ഏൽപ്പിച്ചതിൽ ഏറെ സന്തോഷവും നന്ദിയും ആദ്യമേ അറിയിക്കട്ടെ. ഈ ഒരു സെഷന്റെ ഉദ്ദേശം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും ശാസ്ത്ര സാമൂഹിക രംഗങ്ങളിലും അതുപോലെ സംരംഭകത്വത്തിലും ദീനി വിജ്ഞാന രംഗത്തും ഉന്നത വിജയം കൈവരിക്കുകയും അത് സമൂഹത്തിന് മാതൃകയാവുകയും ചെയ്ത വ്യക്തികളെ നമ്മുടെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുക എന്നതാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് സംസ്ഥാനത്തെ 14 ജില്ലകളിലും തന്നെ സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ സംസാരവും ഭാഷയും അതിലുപരി എൻ്റെ വസ്ത്രധാരണവും കാണുമ്പോൾ അവസാനം എന്നോട് ചോദിക്കും, നിങ്ങൾ ഏത് കുടുംബമാണ്, വാഴക്കാട് ഏതാണ് അഡ്രസ്? ഞാൻ എൻ്റെ അഡ്രസ് MT എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഇനഫ്, MT ഈസ് നോട്ട് empty എന്ന് പിന്നെ എന്നെ എടുത്തു പറയും. അതാണ് നമുക്ക് നമ്മുടെ കാരണവന്മാർ ഉണ്ടാക്കി തന്ന അഡ്രസ് എന്ന് പറയുന്നത്. അവരൊഴുക്കിയ വിയർപ്പും അവരൊഴുക്കിയ എല്ലാ അർത്ഥത്തിലുമുള്ള അവരുടേതായ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ആ കാലഘട്ടത്തിൽ അവർക്ക് നേടാമായിരുന്ന ജന്മിത്വത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിക്കാമായിരുന്ന ഒരു മഖ്ദൂം ഫാമിലി സമൂഹത്തിന് വേണ്ടി സാമൂഹിക രംഗത്തെ വിപ്ലവകരമായ പുരോഗതിക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചതിന്റെ നേർസാക്ഷ്യമാണ് നമ്മൾ ഈ താഴെയിരിക്കുന്നതും കുറച്ചുപേർ മുകളിലിരിക്കുന്നതും. അതിനു മുകളിലായിട്ട് ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്ന IPS പദവിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഫറാഷ് IPS, പണത്തോടത്തിൽ റഹീമളാപ്പയുടെ മകൾ തൊയ്ബാത്തയുടെ മോനാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസായ സിവിൽ സർവീസ് രംഗത്തേക്ക് അവൻ എത്തിച്ചേരുന്നതിൽ നമ്മുടെ പാരമ്പര്യത്തിന്റെ കണിക തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അവനെ അങ്ങേയറ്റം പ്രശംസിക്കുകയാണ്. അവരുടെ മാതാപിതാക്കളെ മഖ്ദൂം കുടുംബത്തിന്റെ അഭിമാനവും അംഗീകാരവും അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത്, നമുക്കറിയാം പലരും വിദേശത്തും അതുപോലെ രോഗം കൊണ്ടുള്ള പ്രയാസത്തിലൊക്കെയാണ്. എങ്കിലും കയ്യൂമാക ഡോക്ടർ MT അബ്ദുൽ കയ്യൂം എൻ്റെ വാപ്പയുടെ സഹോദരിയുടെ മകനാണ്. നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടറാണ്. കയ്യൂമാക മെഡിക്കൽ കോളേജിൽ പോകുന്നതും പല അസുഖങ്ങളുമായിട്ട് നമ്മൾ പോകുമ്പം അവിടെ കാണുന്നതൊക്കെ 980 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയാണ് ഡോക്ടർ MK അബ്ദുൽ കയ്യൂം. MT അല്ല, MK അബ്ദുൽ കയ്യൂം. അദ്ദേഹത്തിന്റെ പഠന സാഹചര്യങ്ങളും ആ കാലത്തെ സാഹചര്യങ്ങളും പുതിയ തലമുറയോട് സംവദിക്കുന്നതിനെ കുറിച്ചും 2 വാക്ക് നമ്മളോട് സംസാരിക്കും. വിമരിച്ചു നിൽക്കാൻ ഇടവരുത്തിയ ദൈവത്തിന് സ്തുതി. അതുപോലെ ഈ സംഗമത്തിന് മാസങ്ങളോളം ഇതിൻ്റെ പിന്നിലും മുമ്പിലും പ്രവർത്തിച്ച എല്ലാ മഖ്ദൂമികൾക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്താണ്. ഫരീദ പറഞ്ഞ പ്രകാരം നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് MBBS 80 അഡ്മിഷൻ കിട്ടി. അത് തികച്ചും യാദൃശ്ചികമായ ഒരു സംഭവം മാത്രമാണ്. അന്ന് ഹൈസ്കൂളിലെല്ലാം കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്കാർ കോളേജിൽ ചേർന്ന് പഠിക്കും. അതിനുശേഷം ഏത് ഗ്രൂപ്പാണ് അതിനനുസരിച്ച് അവരുടെ മാർക്കിന്റെ ബലത്തിൽ തുടർ വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു കാലമായിരുന്നു. ഇന്നത്തെ മാതിരി എൻട്രൻസും കോമ്പറ്റീഷനെല്ലാം കുറഞ്ഞ ഒരു കാലമായിരുന്നു. സ്വാഭാവികമായും ആ കൊല്ലം SLCക്ക് കൂടുതൽ മാർക്ക് എനിക്കായിരുന്നു. അടുത്ത് തന്നെയുള്ള സ്കൂളായത് കാരണം പഠിക്കാനും അത്യാവശ്യം കളി കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും കഴിഞ്ഞു. അടുത്തുള്ള കോളേജിൽ ദേവരി കോളേജിൽ നിന്ന് അടുത്ത് അവിടെ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. മാർക്കിന്റെ ബലത്തിൽ 2ാം ഗ്രൂപ്പ് കിട്ടി. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ മാർക്ക് കുറവായിരുന്നു. പിന്നെ സാധാരണ മാർക്ക് കുറഞ്ഞാൽ പിന്നെ ഡിഗ്രിക്ക് പഠിക്കും. അങ്ങനെ ഞാനും ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രി ചേർന്നപ്പം അന്ന് നല്ല മാർക്ക് ഉണ്ടായി.
80%. അന്നെല്ലാം 80% കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. ഇന്നത്തെ മാതിരിയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തികച്ചും യാദൃച്ഛികമായാണ് കോളേജിൽ എത്തിയതെങ്കിലും ആ മെഡിക്കൽ കോളേജിനോട് താല്പര്യമുണ്ടായിരുന്നു. അത് കാരണം പഠനം പൂർത്തിയാക്കാനും അതിനുശേഷം പിന്നെ മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ ജോലി പ്രവേശിക്കാം. പിന്നെ അന്ന് സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്തു. ഇവിടെ പരിസരത്തുള്ള കുണ്ടോട്ടിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആദ്യം ജോലി ചെയ്തത്. കുറെ കാലം കഴിഞ്ഞ് MBBS കഴിഞ്ഞ് 2 കൊല്ലം മംഗലാപുരത്ത്, അതും തികച്ചും യാദൃശ്ചികമായി ഒരു ഉപരിപഠനം സാധിച്ചു. അങ്ങനെ അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് സർവീസിൽ കയറിയത്. സർവീസിൽ കയറിയതിന് ശേഷം ശരിക്കും ജോലി ഒരു മാസത്തിൽ ശമ്പളം കിട്ടുന്നതിനും ശരിക്കും ഒരു സേവനം തന്നെ ആയിരുന്നു. അത് എല്ലാവർക്കും അറിയാം. കൊണ്ടോട്ടി ഗവൺമെൻറ് ആശുപത്രി നല്ല തിരക്കുള്ള ഹോസ്പിറ്റലായിരുന്നു. കഴിവതും എല്ലാ രോഗികളെയും നോക്കാനും കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ അവർക്ക് വേണ്ട സേവനങ്ങൾ, ചികിത്സകളെല്ലാം നൽകാനും സാധിച്ചു. അതിനുശേഷം 2-3 അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തതിന് ശേഷം കോഴിക്കോടുള്ള കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ ജോലി മാറ്റം കിട്ടി. അതിൻ്റെ ഇടയിൽ ആണ് ശരിക്കും കോട്ടപ്പറമ്പ് 5-6 വർഷത്തിലധികം ജോലി ചെയ്തു. അന്നാണ് ശരിക്കും ഈ രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. കാരണം ഞാൻ മക്തൂം കുടുംബത്തിലാണെങ്കിലും എൻ്റെ പടനാട് ചേവായിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് മെഡിക്കൽ കോളേജൊന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ ജനിച്ചത് തന്നെ കോട്ടപ്പറമ്പ് ആശുപത്രിയിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജനനം മുതൽ അവസാനത്തെ പെൻഷൻ പറ്റുന്നുള്ള 5-6 വർഷം കോട്ടപ്പറമ്പിലായിരുന്നു ജോലി. അതൊരു നിമിത്തം തന്നെയായിരുന്നു. അതുപോലെ കുടുംബത്തിലെ പല ആൾക്കാർക്കും ഞാൻ പഠിക്കുന്ന കാലത്ത് വേണ്ട സന്ദർശിക്കാനും പല വിഭാഗത്തിലെ ഡോക്ടർമാർക്ക് വേണ്ടി കാണാനും 1-2 സംഭവങ്ങൾ ഞാൻ പ്രത്യേകിച്ചും ഓർമ്മിക്കുന്നത്. അതിൽ നല്ല ഓർമ്മകളുണ്ട്, നല്ലതല്ലാത്ത, അതായത് അപ്രിയമായ ഓർമ്മകളുണ്ട്. ഒന്നാമത് നമ്മുടെ കുടുംബത്തിലെ കുറ്റിയോട്ട് അബ്ദുല്ലക്കുട്ടി മൗലവിയുടെ മകൻ, എല്ലാവർക്കും അറിയായിരിക്കും, അബ്ദുറഹ്മാൻ ആക്സിഡന്റിൽ മരിച്ച് അവിടെ മോർച്ചറിയിൽ കൊണ്ടുവരുമ്പോൾ ആദ്യമായിട്ട് കണ്ടത് ഞാനായിരുന്നു. വളരെ ദുഃഖകരമായ അവസ്ഥയായിരുന്നെങ്കിലും അതിൻ്റെ ഫോർമാലിറ്റികളിലെല്ലാം പങ്കെടുക്കാനും ഒരു കുടുംബ അംഗമെന്ന നിലക്ക് സാധിച്ചു. അതുപോലെ നമ്മുടെ മണത്തോടത്തിൽ സയ്യിദ, എല്ലാവർക്കും അറിയാം, മരിച്ചു. പ്രസവത്തോടനുബന്ധിച്ച അസുഖം. ആ സമയത്ത് അവരുടെ ഭർത്താവ് അവിടെ ഫാർമസിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ലേബർ റൂമിൽ നിങ്ങൾക്കറിയാം, സ്ത്രീകളെ അല്ലാത്ത അടുത്ത മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. അവസാന നിമിഷങ്ങളിൽ വരെ എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ സാധിച്ചു, കാരണം ഈ പ്രൊഫഷൻ ആയതുകൊണ്ട്. അതുപോലെ പല ആൾക്കാരുടെയും സർജറി അസുഖങ്ങൾക്കൊക്കെ അവർക്ക് കൂടെ അതിൽ ഭാഗമാക്കാനും കഴിഞ്ഞു. നല്ല ഓർമ്മകളാണ്. പിന്നെ പല ആൾക്കാരും ഇപ്പോഴും ഏത് സ്പെഷ്യാലിറ്റി ആയാലും അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. കുടുംബത്തിലെ നല്ലൊരു ശതമാനം ആൾക്കാരും. അതൊരു സന്തോഷം തന്നെയാണ്. പറ്റുന്ന മാതിരി അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ പല ആൾക്കാരെയും സന്ദർശിക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ കുടുംബത്തിൽ ഈ 4 താവഴിയിലും എനിക്ക് തോന്നുന്നത് അധിക ആൾക്കാരായിട്ട് എനിക്ക് മുഖപരിചയം ഉണ്ട്. ചില അടുത്ത തലമുറ അല്ലാത്ത ആൾക്കാരായിട്ട്. ഇപ്പോൾ പാറോട്ട് കുടുംബമാണെങ്കിലും പിന്നെ പറമ്പിലും കുറ്റ്യാടിയും തോട്ടത്തിലും പിന്നെ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് കൂടുതൽ ഇടപെടാൻ കഴിഞ്ഞു. ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് എനിക്ക് കടപ്പാറ് പറയാനുള്ളത് എൻ്റെ മാതാവിനോടാണ്. നല്ല സമയത്ത്, ഇപ്പോൾ സുഖമില്ലാണ്ട് കിടക്കാണ്, എല്ലാവരും പ്രാർത്ഥിക്കണം. പല ആൾക്കാരെയും ഫോണിൽ ബന്ധപ്പെടുകയും പോയിട്ടില്ലെങ്കിലും സുഖവിവരങ്ങൾ അന്വേഷിക്കാനും അതുപോലെ മരണ വീട്ടിലും കല്യാണ വീട്ടിലൊക്കെ പോകാനും ബന്ധപ്പെടാനും സാധിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മ വെക്കാനുള്ളത്. ഇനി നമ്മോട് സംസാരിക്കുന്നത് കൂട്ടത്തിൽ എനിക്ക് സീനിയർ സിറ്റിസൺ ആണെന്ന് തോന്നുന്നത് ഐഷ ടീച്ചറാണ്. വളരെ ചെറിയ കാലത്ത് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും വാഴക്കാട് ദാറുൽ ഉലൂം അറബിക് കോളേജിൽ നിന്ന് അധ്യാപികയായിട്ട് റിട്ടയർ ചെയ്തതാണ്. വളരെ ചുരുങ്ങിയ വാക്കിൽ നമ്മുടെ കുട്ടികളോട് തൻ്റെ അനുഭവങ്ങൾ, വളരെ മികച്ച എഴുത്തുകാരിയാണ്, ഗ്രന്ഥകർത്താവാണ്. സ്നേഹത്തോടെ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, വാഴക്കാട്ട് കാലത്തിൻ്റെ തേട്ടമെന്നോണം കടന്നു വന്ന ഒരു പിതാവിൻ്റെ 4 മക്കളുടെ തലമുറക്ക് ഇവിടെ ഒത്തുകൂടാൻ സാധിച്ചതിൽ നമുക്ക് അല്ലാഹുവിനെ സ്തുതിക്കാം. അൽഹംദുലില്ലാ. തുടർന്ന് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. വാഴക്കാട് തോട്ടത്തിൽ അഹമ്മദ് കുട്ടി മൗലവിയുടെയും ഭാര്യ
ആമിനയുടെയും അവസാനത്തെ മകള് ആയിഷ. ഞാൻ വാഴക്കാട് ദാറുൽ ഒരു 32 വർഷത്തോളം അധ്യാപികയായിരുന്നു. അവിടെ പഠിച്ച് അവിടുന്ന് ബെഞ്ചുമൽ നിന്ന് കസാരയിലേക്ക് കയറിയിരുന്ന ഒരനുഭവം എനിക്കുണ്ടായി. അവസാനത്തെ 5 വർഷം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും കൂടിയായി റിട്ടയർഡ് ചെയ്തതാണ്. ആ 32 വർഷം എൻ്റെ കുട്ടികളെ പറയാനും പ്രസംഗിക്കാനും എഴുതാനും പഠിപ്പിച്ചുകൊണ്ട് കരിക്കുലർ ആക്ടിവിറ്റീസിനപ്പുറത്ത് ഞാൻ വർഷങ്ങൾക്ക് പ്രകാശത്തിൻ്റെ വേഗതയാണല്ലോ. ആ 32 വർഷങ്ങൾ കഴിഞ്ഞ 2020-ലാണ്. ശേഷം പിന്നീട് എന്നാൽ കഴിയുന്ന സാമൂഹിക മതപരമായ സേവനങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് ഒരു സന്ദേശം മാത്രമാണ് നൽകാനുള്ളത്. കാലഘട്ടത്തിൻ്റെ അതിശീഘ്രമായ ഒഴുക്കിൽ ടെക്നോളജിയും അതേപോലെ ഉള്ള എല്ലാ ആധുനിക സംരംഭങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പെട്രോളിൻ്റെ സാധ്യതയും അതിൻ്റെ പുരോഗതിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. സംസമിൻ്റെ ആത്മീയതയും അതിൻ്റെ പരിശുദ്ധിയും കൂടി നിങ്ങൾ കണക്കിലെടുക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ മതപരമായ ചിഹ്നങ്ങളെയും അതിലേക്ക് ചേർത്തിപ്പിടിക്കണമെന്ന് അവസാനമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. എക്സൽ മൊയ്തീൻകുട്ടി സാഹിബ് ഗാനരചനാ രംഗത്തും ഗാനാലാപന രംഗത്തും ശ്രദ്ധേയമായ വ്യക്തിമുദ്ര പതിപ്പിച്ചതാണ്. അദ്ദേഹം നമ്മോട് 2 വാക്ക് സംസാരിക്കും. മഖ്ദൂം കുടുംബത്തിലെ പ്രതിഭകളും പ്രഗത്ഭരുമായ വ്യക്തികളുടെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. വാഴക്കാട്ട് പാറോട്ട് കുടുംബത്തിൽ നിന്നും അഹമ്മദ് കുട്ടി മുസ്ലിയാർ വലിയ ഖാദി, അദ്ദേഹത്തിൻ്റെ 6ാമത്തെ മകനാണ് ഞാൻ. മഖ്ദൂം കുടുംബത്തിൻ്റെ വളരെ വലിയ ഒരു സംഗമത്തിലെ അംഗങ്ങളെ കണ്ടപ്പോൾ തന്നെ ഇന്ന് ഒരുപാട് സംതൃപ്തിയും ഒരുപാട് പുതുമുഖങ്ങളെ, അതായത് എനിക്ക് അറിയാതെ പോയ 40 കൊല്ലമായി ഇല്ലാതിരുന്ന ഞാൻ, പ്രവാസവും അതുപോലെ എൻ്റെതായ കുരുത്തക്കേടുകളൊക്കെ ഉണ്ടായി നടന്ന ഒരു കാലത്ത് എന്നെ പലർക്കും അറിയാമെങ്കിലും എനിക്ക് പലരെയും അറിയില്ലായിരുന്നു. ഇന്ന് തന്നെ ഈ പ്രതിഭകളൊക്കെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞ ഒരു ഭാഗ്യം, അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ മഖ്ദൂം കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നൊന്നും എനിക്ക് ഓർമ്മ പോലുമില്ല. പക്ഷേ കുറച്ച് പാട്ടുകൾ എഴുതുകയും അതിന് സംഗീതം നൽകുകയും അതുപോലെ അത് പാടി വീഡിയോസാക്കി എക്സൽ വാഴക്കാട് എന്നൊരു യൂട്യൂബ് ചാനലിൽ വെച്ച് ഇങ്ങനെ പാടുന്നു. ഇപ്പോഴാണ് എന്നെ അറിഞ്ഞു തുടങ്ങിയതെന്ന് പറയാം. കാരണം വളരെ കുട്ടിയാകുമ്പോഴേ തന്നെ 1970 മുതൽ റേഡിയോയിൽ പാടുകയും പിന്നീട് പീർ മുഹമ്മദ് എന്നെ കൂടെ ചേർക്കുകയും 10 വർഷത്തോളം പീർക്കയുടെ കൂടെയും ബിയ്യൻകുട്ടി മാഷയുടെ കൂടെയും അതുപോലെ മാപ്പിളപ്പാട്ട് വേദികളിൽ വലിയ വലിയ കലാകാരന്മാരുടെ കൂടെയൊക്കെ 70-86 വരെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെയാണ് കുറച്ച് സംഗീതം പഠിക്കാനും അതുപോലെ കുറച്ച് പാട്ടുകൾ, വളരെ കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു 700-800ഓളം പാട്ട് എഴുതിയിട്ടുണ്ടാവാം. 2000-ലധികം പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാടാനും പറ്റിയിട്ടുണ്ട്. എൻ്റെ ഇതിൽ കുറേ സിംഗേഴ്സ് പാടിയിട്ടുണ്ട്. SP ബാലസുബ്രഹ്മണ്യം സാറ്, വാണി ചേച്ചി, നമ്മുടെ കണ്ണൂർ ഷെരീഫ്, ജോളി അബ്രഹാം തുടങ്ങിയ ഒരുപാട് സിംഗേഴ്സ് നിങ്ങൾക്കറിയാം, MA ഗഫൂർ, ഇങ്ങനെ ഒരുപാട് സിംഗേഴ്സിൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും ഞാൻ ആരാണെന്ന് അറിഞ്ഞത് വാഴക്കാട്ട് ഞാൻ വന്നിട്ട് പോലും വാഴക്കാട്ട് പേർക്കും അറിയില്ലായിരുന്നു ഞാൻ കുറേശ്ശൊക്കെ പാടുമെന്നുള്ളത്. ഞാൻ സംസാരം നീട്ടുന്നില്ല. നമ്മുടെ ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും സമയം നമ്മൾ സന്തോഷിച്ചും ആഹ്ലാദിച്ചും നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നമുക്ക് ഒരുപാട് ആശ്ലേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ നമ്മുടെ പൂർവികരെ, അവരൊക്കെ മരണപ്പെട്ടവരാണ്. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ തന്നെ നമ്മുടെ കൂടെയുള്ള, അതുപോലെ നമ്മുടെ കൂടെ ഇന്ന് ഇരിക്കേണ്ട പലരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ അസുഖ ബാധിതരായിട്ട് വീട്ടിൽ പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ സന്തോഷത്തിൽ അവർക്ക് പങ്കുചേരാൻ കഴിയാത്തതിലുള്ള വിഷമം അവർക്കുണ്ടാവും, നമ്മൾക്കില്ല. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ പറഞ്ഞത് 2 വരി പാടാനാണ്. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പാടിക്കോളാം. എന്തൊരു പാടണം? ഓക്കെ, താങ്ക്സ്. ജസാക്കല്ലാ. ഇനി എൻ്റെ അധ്യാപകനും കൂടിയായ ശ്രീ ZA അഷ്റഫ്, കുറ്റ്യാടി കുടുംബാംഗമാണ്. നമ്മുടെയൊക്കെ കരിയർ സാധ്യതകളെ കുറിച്ച് വളരെ വിശദമായി, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൃത്യമായ ഗൈഡൻസ് നൽകി വരുന്ന ഡോക്ടർ ZA അഷ്റഫ് സാറ് നേരത്തെ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ, ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് മൊകേരിയിൽ സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൽ HOD ആയിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹം നമ്മളോട് 2 വാക്ക് സംസാരിക്കും. അസ്സലാമു അലൈക്കും. ഫരീദ ഞാനും സിജിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം പറഞ്ഞത്.
2 വാക്കേ പറയാവൂ. കാരണം നിങ്ങൾ സിജിക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്, മൈക്ക് കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം സംസാരിക്കും എന്നുള്ളത്. സന്തോഷമുണ്ട്, കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലാണെന്നുള്ളതാണ് നമ്മളെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയാൻ വേണ്ടിയിട്ടൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് പേരെ നേരത്തെ അറിയാവുന്ന പലരെയും ഇവിടെ വന്നപ്പോഴാണ് കുടുംബമാണെന്ന് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ പരസ്പരം അറിയാനും മനസ്സിലാക്കാനുള്ള ഒരു വേദി ഉണ്ടായി എന്നുള്ളതാണ് ഈ കുടുംബ സംഗമത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. ഇൻഷാ അല്ലാഹ് നമുക്കിത് തുടർന്നും ഈ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുകയും പരസ്പരമുള്ള പരിചയം കൂട്ടുകയും ഇതിലില്ലാത്ത ആളുകളുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടാവുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫർദർ ഔട്ട്പുട്ടായിട്ട് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഫരീദ പറഞ്ഞ പോലെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, സമയമെടുക്കണില്ല. അപ്പോൾ നമ്മൾ കുടുംബത്തിന് വലിയൊരു ഒരു പൈതൃകമുണ്ട്. അതായത് നമ്മൾ കുടുംബത്തിലെ കുട്ടികൾക്ക് വലിയൊരു സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ട് എന്നർത്ഥം. അതായത് ഏതർത്ഥത്തിലും കേരളത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്ത് നേതൃത്വം കൊടുക്കാനുള്ള ഒരു റിസോഴ്സ് ബാക്കിംഗ് നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഉമ്മമാരോടും ബാപ്പമാരോടും എനിക്ക് പറയാനുള്ളത്, ആ ഒരു സോഷ്യൽ ക്യാപിറ്റലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൽ നിന്ന് ഭാവിയിലേക്കുള്ള പ്രതിഭകളും മിടുക്കരൊക്കെ ഉണ്ടായി വരേണ്ടതുണ്ട്. അതുണ്ടാകാനുള്ളൊരു ശ്രമമാണ് നമ്മൾ ബോധപൂർവം ചെയ്യേണ്ടത്. അതിന് നമുക്ക് നല്ല വായനക്കുള്ള അവസരം അവർക്ക് ഉണ്ടായി കൊടുക്കുക. നമ്മുടെ കുടുംബത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചിട്ട് അത് കേവലം ഒരു പോരിഷ പറയുന്ന രൂപത്തിലായി പോകരുത്, മറിച്ച് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളൊക്കെ തന്നെയും സജ്ജരാക്കുകയും ചെയ്യുക. വിവിധ മേഖലകളിൽ സാമൂഹ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും മതരംഗത്തൊക്കെ തന്നെയും നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന മിടുക്കരായിട്ടും മിടുക്കികളായിട്ടും നമ്മുടെ കുട്ടികളെയും പേരമക്കളെയും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. കേരളക്കരയിൽ ഹോം തിയേറ്ററുകളും ഹോം സിനിമകളുടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച തൻ്റെതായ മാർഗത്തിലൂടെ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കൊടികുത്തി വാഴുന്ന ലോകത്തേക്ക് കലാരംഗത്തിലൂടെ അത്തരം മേഖലകളിലുള്ള നിശിത വിമർശനങ്ങളുടെയും അതുപോലെ നർമ്മം കലർന്ന ആഖ്യാനത്തിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ സലാം കൊടിയത്തൂർ നമ്മളോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഏതാനും ഹോം സിനിമകൾ ചെയ്തതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വേദിയിലിരിക്കാൻ അവസരം കിട്ടിയത്. നമ്മുടെ കുടുംബം പണ്ഡിത കുടുംബമായതുകൊണ്ടാണായിരിക്കാം ഒരുപക്ഷെ അധികം ആളുകളൊന്നും ഈ രംഗത്ത് വരാതിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിരിക്കാൻ തന്നെ കുറച്ച് മടിയുള്ള ആൾക്കാരാണ് നമ്മുടെ കുടുംബം എന്നാണ് പല ആൾക്കാരും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എനിക്കൊന്ന് തോന്നാറുണ്ട്, പണ്ടൊക്കെ ചെറുപ്പകാലത്തെ മുതിർന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ ചിരിയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കാണാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ഉമ്മയാണ് ശരിക്ക് കലാരംഗത്ത് ഞങ്ങളുടെയൊക്കെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ആളുകൾ. അതുകൊണ്ടായിരിക്കാം എൻ്റെ കുടുംബത്തിലെ എൻ്റെ ജ്യേഷ്ഠൻ റസാക്ക് വഴിയോരം, അനിയൻ മുനീർ, പിന്നെ സദ്ദീഖ് കൊടിയത്തൂരൊക്കെ ഒരേ കുടുംബത്തിൽ നിന്ന് ഈ രംഗത്ത് സജീവമായി വരാനുള്ള കാരണം ഉമ്മയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഉമ്മ അധികം പഠിക്കാത്ത ആളായതുകൊണ്ടും പ്രത്യേകിച്ച് മതവിദ്യാഭ്യാസം കുറവായതുകൊണ്ടും പണ്ഡിത കുടുംബത്തിലാണെങ്കിലും പാണ്ഡിത്യത്തിൻ്റെ പ്രത്യേക ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കലക്ക് വലിയ പ്രാധാന്യം അല്ലെങ്കിൽ സ്വാധീനം കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോ ഒരിക്കൽ ഉമ്മൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ, നമ്മുടെ ഒരു പണ്ഡിത കുടുംബത്തിൽ സിനിമക്കാരൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ പറഞ്ഞത് എൻ്റെ ഉമ്മനോടായതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഉമ്മയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ആൾ. ബാപ്പയും അങ്ങനെ തന്നെ ആയിരുന്നു. ബാപ്പ പക്ഷേ 1985 മരിച്ചുപോയി. പക്ഷെ അതുവരെ അതിനു മുമ്പ് ഞങ്ങൾ കലാരംഗത്തുണ്ടായ സമയത്തൊന്നും ബാപ്പ അതിന് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നില്ല. ഏതായാലും ഈ കുടുംബത്തിലൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ബഹുഭൂരിപക്ഷ ആളുകളും നമ്മുടെ ഹോം സിനിമ കണ്ടിരിക്കാൻ സാധ്യത ഇല്ലാത്തവരാണ്. ഇനി ഒരു പക്ഷേ യൂട്യൂബിലൊക്കെ തപ്പി കുറച്ച് കാണും എന്നാണ് തോന്നുന്നത്. സന്തോഷമുണ്ട്. ഏതായാലും ഇങ്ങനെ നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിൽ, സംസാരിക്കാൻ കഴിഞ്ഞതിലൊക്കെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പുതിയ ജനറേഷൻ, നമ്മുടെ വളരെ യങ്ങസ്റ്റ് ആയ ജനറേഷനോട് സംവദിക്കുക എന്നുള്ളതാണ്. പെരിന്തൽമണ്ണ PTM കോളേജിൽ ഫിസിക്സ് അധ്യാപികയായി എൻ്റെ സ്റ്റുഡൻ്റായി ഫിസിക്സ് പഠിപ്പിച്ചിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ് ലുലു. അവരുടെ പഠന വഴികൾ, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഫിസിക്സിൽ PhD എടുത്തിരിക്കുന്നത്. നിങ്ങളോട് അവരുടെ പഠന വഴികളെക്കുറിച്ചും പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിക്കും. ഞാൻ മുസ്ലിയാരകത്ത് പറമ്പിൽ ഖദീജയുടെ മകൾ സൈനബയുടെ മകളാണ്. പേര് ലുലു ജഹാൻ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളൊരു വ്യക്തി, പ്രത്യേകിച്ചും സ്ത്രീയായ ഞാൻ
എൻ്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. ചെറുപ്പകാലം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ കൂടുതലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ കുടുംബത്തിനെ ആയിരിക്കും. പ്രത്യേകിച്ച് ഞാൻ വാഴക്കാടാണ് പഠിച്ചു വളർന്നത്. അപ്പം വാഴക്കാട് കുടുംബമുണ്ട്. പോരാതിന് ചെറുപ്പകാലത്ത് ഞങ്ങൾ കൂടുതലായിട്ട് തോട്ടത്തിലും അതേപോലെ കുറ്റ്യാടി കുടുംബങ്ങളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങ് എന്താണ് ഇടയ്ക്ക് പോവാറുണ്ട്, അവിടെ താമസിക്കാറുണ്ട്. അപ്പം അവിടെയുള്ള എല്ലാവരും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയാം ഫരീദ എം ടി. ഞാൻ തോട്ടത്തിൽ പോകുമ്പോൾ എപ്പോഴും എനിക്കൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ല, പക്ഷെ ഞാൻ ഈ ഒരു വേദി അത് അറിയിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. എന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പം ഫരീദൊക്കെ ചെയ്യുന്ന ഒരു ഹാർഡ് വർക്ക് ഞാൻ എപ്പോഴും കാണാറുണ്ടായിരുന്നു. അതിലൂടെ ആയിരിക്കണം എനിക്ക് പഠിക്കാനുള്ളൊരു ഇത് വന്നിട്ടുണ്ടാകും. ഫരീദ മാത്രമല്ല, നമ്മുടെ കുറ്റ്യാടിയിൽ പോകണമെങ്കിൽ സമീറ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പം അവരൊക്കെ കണ്ടിട്ടായിരിക്കണം ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടാകും. പിന്നീട് ഞാൻ പഠിച്ചു. ഫരീദ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അരീക്കോട് കോളേജിലാണ് ഞാൻ ഡിഗ്രി ചെയ്തത്. PG പ്രൊവിഡൻസ് കോളേജ്, MPhil കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, PhD ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. പിന്നെ ഞാൻ PSC എഴുതി 8ാം റാങ്കോട് കൂടി PSC ക്ലിയർ ചെയ്തു. PTM ഇപ്പം PTM-ലാണ്, മുന്നേ പാലക്കാടായിരുന്നു. അപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ കുട്ടികളുടെ മുഖമാണ് ഞാൻ നോക്കുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മുഖം. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ എന്തിലൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം ഞാൻ വളർന്ന ആ ഒരു സമയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇവരെ പോലെയുള്ള താത്തമാരെ കണ്ടിട്ടാണ് ഞാനും വളർന്നത്. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ചെറിയ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കൂടുതലായിട്ട് പറയാൻ മുതിർന്ന ആൾക്കാരുണ്ട്. ഈ വേദി ഇവരുടെയൊക്കെ കൂടെ ഈ വേദി പങ്കിടാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇതിന് അവസരം ഒരുക്കി തന്ന സംഘാടകർക്കും എൻ്റെ പ്രത്യേകം നന്ദി. ജസാക്കല്ലാ. ഇനി നമ്മുടെ പുതിയ തലമുറ പലപ്പോഴും ജോലി ചെയ്യാനല്ല, ജോലി ചെയ്യിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാർമസി ശൃംഖലയായ യുണൈറ്റഡ് ഡ്രഗ് ഹൗസിൻ്റെ GM കൂടിയായ ഷംസീർ വെട്ടുപാറ നമ്മളോട്. എന്നെ ആർക്കും പരിചയം ഉണ്ടാവില്ല. ഞാൻ പാറോട്ട് അബ്ദുൽ മോള് സുലൈഖ്, അതുപോലെ വെട്ടുപാറ KP അലിമാഷ മോനാണ്. 2005 ഫാർമസി ബിരുദം കഴിഞ്ഞു. GCC-യിലേക്ക് ദുബായിലേക്ക് കയറി പോയ ആളാണ്. അതുകൊണ്ട് പരിചയം ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ അവിടെ പോയി 2012 സ്വന്തം സ്ഥാപനം തുടങ്ങി, ഫാർമസി തുടങ്ങി. പിന്നെ പതുക്കെ നമ്മൾ ആ മേഖലയിൽ നിന്ന് മാറി ഹോൾസെയിൽ രംഗത്തേക്ക് പോയി. ഇപ്പം അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് ദുആ കൊണ്ട് തന്നെ 25ഓളം ഫാർമസിയും കുറച്ച് വേറെ സ്ഥാപനങ്ങൾ അടക്കം 30ഓളം സ്ഥാപനങ്ങൾ റൺ ചെയ്ത് പോകുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഞങ്ങളെയും അതുപോലെ പിന്നെ ഉമ്മൻ്റെയൊക്കെ ദുആ കൊണ്ടായിരിക്കും ലക്ഷ്യങ്ങൾ എത്തിപ്പെട്ടുണ്ടാവാം. ഈ വേദി എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാർ ഇരിക്കുന്ന വേദിയാണ്. ഇവിടെ ഞാൻ ഇരിക്കാൻ പോലും അറിഞ്ഞല്ല ശരിക്കും, കാരണം ഒക്കെ പഠിച്ച് വളർന്ന് വലിയ ഡോക്ടർമാരും IPS ഒക്കെ ആൾക്കാരാണ്. അപ്പോൾ അത് കലാപരമായിട്ടും അധ്യാപകരൊക്കെ ഉണ്ട്. സോ ഞാൻ അതൊക്കെ ഈ സംഘാടനത്തെ എന്നെ വിളിച്ച് ഞാൻ ബിസിനസ് രംഗത്ത് മാത്രമേ ഞാനുള്ളൂ, ബാക്കിയൊക്കെ പഠിച്ച് രംഗത്തെത്തിയാണ്. അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ കുടുംബത്തിൽ ഇത്രയധികം ഡോക്ടർമാരൊക്കെ ഉണ്ട് അറിഞ്ഞത് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. വളരെ ചുരുങ്ങിയ വെക്കേഷനിൽ അവിടെ നിന്ന് വന്നാണ്, ഫാമിലി സൈഡ് വന്നാണ്. വൈഫും ഫാർമസിസ്റ്റാണ്. ഞങ്ങൾ ഒന്നിച്ച് അവിടെ ഫാർമസികൾ റൺ ചെയ്യുന്നുണ്ട്, ഹോൾസെയിൽ ഉണ്ട്, അതുപോലെ തന്നെ ഒപ്റ്റിക്കലുണ്ട്, സ്റ്റുഡിയോ ഉണ്ട്, പല ബിസിനസ്സുകളുണ്ട്. അപ്പം അൽഹംദുലില്ലാഹ് ചെറിയൊരു എന്താ പറയുക സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ 2 വാക്ക് സംസാരിക്കാൻ ഈ സംഘാടകർക്ക് നന്ദി അറിയിക്കുകയാണ് ഞാൻ. ഓക്കെ, അസ്സലാമു അലൈക്കും. ജസാക്കല്ലാ. നമ്മുടെ കുനിയില ജബ്ബാർക്കയുടെ മകൻ ഡോക്ടർ റിഷാദ് കോഴിക്കോട് ഫറൂഖ് ട്രെയിനിങ് കോളേജിലെ അധ്യാപകനാണ്. അധ്യാപകൻ എങ്ങനെയാവാം? നമ്മളൊക്കെ അധ്യാപകരാണ്, അധ്യാപകരെ വാർത്തെടുക്കുന്ന അധ്യാപകനാണ്. അദ്ദേഹം നമ്മോട് 2 വാക്ക് സംസാരിച്ചു. അസ്സലാമു അലൈക്കും. നേരത്തെ ഫരീദത്ത പറഞ്ഞ പോലെ വേദിയിലുള്ളതിനേക്കാളും കൂടുതൽ പ്രതിഭകൾ താഴെയാണുള്ളത്. നമുക്ക് എങ്ങനെ പ്രതിഭകളാകാതിരിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നമ്മൾ ഒന്നാമത് മുസ്ലിങ്ങളാണ്, രണ്ടാമത് മഖ്ദൂം കുടുംബത്തിൻ്റെ പിന്മുറക്കാരാണ്. ഈ 2 കാരണങ്ങൾ മതി നമുക്ക് പ്രതിഭാധനരാകാൻ. ഞാൻ ഫറൂഖ് ട്രെയിനിങ് കോളേജിലെ അധ്യാപകനാണ്. യഥാർത്ഥത്തിൽ നേരത്തെ ഫരീദത്ത പറഞ്ഞ പോലെ ഒരു അധ്യാപകനാകാം എന്നായിരുന്നില്ല ആദ്യത്തെ ആഗ്രഹം. ആദ്യം ഒരു എൻജിനീയർ ആകണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഫാറൂഖ് കോളേജിലെ പ്രശസ്തനായ ഫിസിക്സ് അധ്യാപകനായ പ്രൊഫസർ T. മുഹമ്മദ് സാറ് ആണ് യഥാർത്ഥത്തിൽ എൻ്റെ ചിന്തയെ മാറ്റിയത്. അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങളെല്ലാവരും കൂടെ എന്തിനാണ് ഇങ്ങനെ ഈ ഡോക്ടർ ആവാൻ പോകുന്നത്, എൻജിനീയർ ആവാൻ പോകുന്നത്? അതിനേക്കാളും നല്ല പ്രൊഫഷനായിട്ട് ഞാൻ കാണുന്നത്
ഒരു അധ്യാപകനാവുക, ഒരു കോളേജ് അധ്യാപകനാവുക എന്നുള്ളതാണ്. നിങ്ങൾ UGC നെറ്റൊക്കെ ക്ലിയർ ചെയ്ത് PhD ഒക്കെ എടുത്ത് ഒരു കോളേജ് അധ്യാപകനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡിഗ്നിറ്റിയും റെപ്യൂട്ടേഷനും ഒക്കെ വളരെ വലുതാണ്. ഒരു പക്ഷേ ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ ഒരു എൻജിനീയർക്ക് സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു അധ്യാപകന് ഇടപെടാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ എൻജിനീയറിങ്ങിനോ മെഡിക്കലിനോ പോവാതെ ഈ കുറച്ച് ആളുകൾ അധ്യാപകരാകാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറയുന്നിടത്താണ് എൻ്റെ ഈ ലെക്ചറർ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ സ്വപ്നം തുടങ്ങുന്നത്. അതുപോലെ എൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ വളരെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉപ്പ നാട്ടിലാണെങ്കിൽ എല്ലാ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനം, കുനിയിൽ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ പിന്നിൽ ഉപ്പയുടെ കൈയുണ്ടായിരുന്നു. ഉപ്പയാണെങ്കിലും നിരന്തരമായിട്ട് നമുക്ക് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം ഈ മഖ്ദൂം കുടുംബത്തിൻ്റെ പിന്മുറക്കാരായി വന്നു എന്നത് തന്നെയാണെന്ന് ഞാൻ അഭിമാനത്തോടെ ഓർക്കുകയാണ്. അധ്യാപനം പല വിധത്തിലും നമുക്ക് വികാസമുണ്ടാക്കുന്ന ഒരു ജോലിയാണ്. കുറേ ആളുകളുമായിട്ട് നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. നമ്മുടെ മുമ്പിൽ വരുന്ന വ്യത്യസ്തരായ വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത തലങ്ങളിലുള്ള ശേഷികളെ, സ്കില്ലുകളെ വർദ്ധിപ്പിക്കാൻ നമുക്ക് ഇടപെടാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ഒക്കെ നേരത്തെയൊക്കെ അധ്യാപകർക്ക് ശമ്പളവും ഒക്കെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ മാന്യമായ രൂപത്തിലുള്ള ശമ്പളവും ബെനിഫിറ്റ്സും ഒക്കെയാണ് അധ്യാപകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത്, ട്രെൻഡിനു പുറമെ പായാതെ ഓടാതെ കുറച്ച് പേരെങ്കിലും അധ്യാപനത്തിലേക്ക് വരാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ മതം അതുപോലെ അധ്യാപനത്തിലേക്ക് വരിക എന്ന് മാത്രമല്ല, നമ്മൾ സ്വയം നമ്മുടെ ശേഷികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ മതം ശരിക്ക് നമ്മുടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവേഷകരാക്കി മാറ്റുന്നുണ്ട്. ഗവേഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് അല്ലേ? നമുക്കറിയാം, നിങ്ങൾ ആകാശങ്ങൾ കണ്ടില്ലേ, പർവ്വതങ്ങളിലേക്ക് നോക്കൂ, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ എന്നൊക്കെ പറയുന്നത് കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ, അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ അത്തരം ഒരു ബാധ്യതയും കൂടെ നമുക്കുണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അധ്യാപകരാവുക, അതോടൊപ്പം തന്നെ തുടർച്ചയായ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലേണറും ഗവേഷകരും ആയി മാറണം എന്ന് ഞാൻ എല്ലാവരോടും ആശംസിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടിയിൽ ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു. താങ്ക് യു. സ്കൂൾ കലോത്സവങ്ങളിലെ നിറസാന്നിധ്യം അല്ലേ? ഒപ്പന രാവുകള്, കല്യാണ രാവുകളിലെ ഒപ്പന രാവാക്കി മാറ്റുന്ന മാപ്പിള കലാരംഗത്തെ 90കൾ മുതലുള്ള സാന്നിധ്യം, അതും നമ്മുടെ കുടുംബ പാരമ്പര്യത്തിൽ തന്നെ ഉണ്ട്. ഉമ്മർ മാവൂറിനെ അറിയാത്തവരാരും ഉണ്ടാവില്ല. 2 വരി ശീലുകളും കൂടി ചേർത്ത് അദ്ദേഹം തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കും. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാളണ കയ്യിൽ ഉണ്ട്, പ്രിയ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഈ ഉണ്ടു സഖിലെ മുന്തിരിക്കൊല എൻ്റെ വീട്ടിലെ കുറ്റ്യാടിയിൽ നിന്ന് വന്നതാണ്. അതിലൊന്നെടുത്ത് ഞാൻ തിന്നു. ഇവിടെ നിന്ന് കലാകാരനായി ആദരിക്കപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ കുടുംബത്തിലെ പ്രത്യേകത. എൻ്റെ വീട്ടിൽ 12 ആൾ, 14 ആളുണ്ടായിരുന്നു, 2 ആൾ മരിച്ചു. ഈ 12 ആളും ഈ പാട്ട് പാടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങലില്ല. അത് കുടുംബത്തിന് കിട്ടിയ ഒരു പ്രത്യേകതയാണ്. അത് കുറ്റ്യാടിയിൽ നിന്ന് അമീർ ഷെർവാനി സംഘവും എൻ്റെ വീട്ടിൽ വന്നു. പെങ്ങന്മാരെല്ലാവരും കൂട്ടത്തിൽ നിന്നിട്ട് ഒരുപാട് പാട്ടുകൾ, പ്രതിഫലനാളിൻ്റുടയവനായ പരമകാരുണികൻ കരുണാനിധിയുമായ, അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ നമ്മൾക്ക് പാടി കേൾക്കുമ്പോൾ അതുപോലെ പാടാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്ക് പാടാൻ പറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നിവിടെ നിൽക്കാൻ കഴിഞ്ഞു. ഞാൻ മോയിൻകുട്ടി വൈദ്യർ അക്കാഡമിയിലെ മാപ്പിളക്കലാ അധ്യാപകനാണ്. പല സ്കൂളുകളിലും കേരളം, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ മാപ്പിളപ്പാട്ടുകളും വട്ടപ്പാട്ടുകളും ദഫും മുട്ടും ഒപ്പനൊക്കെ പഠിപ്പിക്കുന്നൊരു അധ്യാപകനാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത നമ്മളെ കുടുംബത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഏത് സ്കൂള്, ഏത് കോളേജിൽ, MBBS പിന്നെ മെഡിക്കൽ കോളേജ് സെക്ഷൻ പോയി കഴിഞ്ഞാലും നമ്മളെ കുടുംബക്കാരില്ലാത്ത ഒരൊറ്റയാണ് ഉണ്ടാവില്ല അവിടെ. അതെൻ്റെ പ്രത്യേകത. എവിടെ പോയാലും മുസ്ലിയാരകത്തിൽ ഏതെങ്കിലും ഒരു തല അവിടെ ഉണ്ടാവും. അതിൽപ്പെട്ട ഒരാൾ ഫരീദ, ഭയങ്കര വിളവത്തിയാണ്. അനൗൺസ് ചെയ്യണം, ഓളെ അനൗൺസ് ചെയ്യുമ്പോൾ കേട്ട് മനസ്സിലായില്ലേ? ഓളെ കാര്യം നേടിയെടുക്കാൻ ഓളെ പോലെ വേറെ ആരും ഇല്ല. ആനയാന്ത സ്കൂളാണ്. പ്രത്യേകം വിളിച്ച് ചോദിക്കും, ഇപ്പം എന്താ റേറ്റ്? ഞാൻ പറയാം എനിക്ക് 50,000 രൂപയാണ്. ഭയങ്കര ഉഷാറായി. ആ പൈസ കേട്ടാൽ ശബ്ദം കുറയും. പിന്നെ വേർഡ്സ് തിരുത്തല്ല അവളെ പണി. പിന്നെ എൻ്റെ ടീമായിട്ട് വരും, കിട്ടൂല, കുഴപ്പമൊന്നുമില്ല, പൈസ ഇല്ലാത്തല്ലേ, പ്രശ്നമൊന്നുമില്ല. എന്തായാലും എല്ലാവരും കണ്ടതിൽ സന്തോഷം. എനിക്ക് 2 കുട്ടികളാണ്. മുഹമ്മദ് ഐസാം, മുഹമ്മദ് ഇറാഷ്. വൈഫ് MMH സ്കൂളിലെ ടീച്ചറാണ്. ജസീല അരീക്കോട് നിന്നാണ്, അവൾ മുസ്ലിയാരകത്താണ്. എൻ്റെ ഉമ്മ അരീക്കോട്.
അബൂബക്കർ അലിയുടെ മകൾ സൈനബ അതിൻ്റെ ഒരു അംഗമാണ്, 10ാമത്തെ ആൾ. എന്തായാലും സന്തോഷം, അൽഹംദുലില്ലാ. ഈ വേദി തന്നതിലും കുടുംബത്തിനെ കാണാൻ പറ്റിയതിലും അസ്സലാമു അലൈക്കും. സന്തോഷം. ഒരു കാര്യം കൂടി പറഞ്ഞത്, ഒരുപാട് ടീച്ചർമാരുണ്ടല്ലോ, നമ്മളൊക്കെ ജഡ്ജ് ചെയ്യാനിരിക്കും സ്കൂൾ കലോത്സവത്തിലെ ഒപ്പനക്കൊക്കെ. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് കശവിശ് വന്ന് ഒക്കെ വന്നാൽ അപ്പം വിളിക്കാം, ഉമ്മർക്കാനെ വിളിച്ചാൽ അതിൻ്റെ കൃത്യമായ ഉത്തരം പറഞ്ഞുതരും. നമുക്ക് തടി കേടാവാതെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. ഓക്കെ. ഇനി അതുപോലെ ധാരാളം എന്റർപ്രണേഴ്സ് ഉണ്ട്. സംരംഭകനായി വെബ് ഡിസൈനിങ് രംഗത്ത് ശ്രദ്ധേയമായ സാന്നിധ്യമായ ശ്രീ ഫസലു എരഞ്ഞിമാവാണ് നമ്മളോട് സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫസൽ റഹ്മാൻ, എരഞ്ഞിമാവാണ് വീട്. പാറോട്ട് ചീടിപ്പറ്റ മർഹൂം ഇമ്പിച്ച് മുഹമ്മദ് മുസ്ലിയാരുടെ മകളായ സുലൈഖയുടെ 2ാമത്തെ മകനാണ് എൻ്റെ ഉപ്പ ഹസൈൻ മാസ്റ്റർ. സത്യം പറഞ്ഞാൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രഗത്ഭരായ എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കറിയില്ല, ചിലപ്പം ഇന്ത്യയിൽ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിലും നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു ചെറിയ ഓണ്ടർപ്രണറാണ്. എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം 2003 MCA കൊച്ചിൻ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് 10-15 വർഷം ഏകദേശം ബാംഗ്ലൂരിൽ പല കമ്പനികളായി വർക്ക് ചെയ്തതിന് ശേഷം ബാംഗ്ലൂരിൽ തന്നെ ഒരു IT കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അൽഹംദുലില്ലാ ഇവിടെ കാക്കഞ്ചേരി കിംഫർ IT പാർക്കിൽ ഓഫീസുണ്ട്, ബ്രാഞ്ച് ഓഫീസുണ്ട്. അതുപോലെ തന്നെ ദുബായിലും ഒരു ഓഫീസുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ടെക്നോളജിയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഹൈലി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ChatGPTയും ബാഡും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ പോകുമ്പോൾ ഇന്ന് നമ്മൾ ഡ്രൈവർലെസ് കാർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റൊക്കെ, ഡ്രൈവർ ഇല്ലാത്ത ഒരു കാർ ഓടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പക്ഷേ ഒരു 5 കൊല്ലം മുമ്പോ നമുക്ക് ആലോചിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം നമുക്ക് അത് യാഥാർത്ഥ്യമായിക്കാണ് ഈ ലോകത്ത്. പല രാജ്യങ്ങളും ഡ്രൈവർ ഇല്ലാത്ത കാറിനുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കൊന്നും ഓർക്കാൻ പോലും പറ്റില്ല. ഒരു പക്ഷേ അടുത്തൊരു 2 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ ഈ എടവണ്ണപ്പാറയിലും ഡ്രൈവർ ഇല്ലാത്ത കാർ ഓടിക്കുന്ന നമ്മളോ നമ്മുടെ മക്കളോ ഉണ്ടാവാം ഇൻഷാ അല്ലാഹ്. അത്തരത്തിലൊരു കാലഘട്ടത്തിൽ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു നമ്മുടെ ഈ കൂട്ടായ്മ, ഈ മുസ്ലിയാർഗത്ത് ഫാമിലി ഇന്ന് ഇവിടെ എടവണ്ണപ്പാറ വെച്ച് നമ്മൾ ഒരുമിച്ച് കൂടാൻ പറ്റിയെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് ഒരു പക്ഷേ ദുബായിലോ അല്ലെങ്കിൽ മറ്റ് GCC കൺട്രികളിലോ, അതുമല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് സമീപിക്കുന്ന അമേരിക്ക, അതല്ലെങ്കിൽ UK, USA, കനഡ പോലെ സ്ഥലങ്ങളിലും നമ്മുടെ ഫാമിലി അത്ര വ്യാപിച്ച് വളരട്ടെ, നമ്മുടെ കുട്ടികൾ നല്ല നല്ല പൊസിഷനിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജസാക്കല്ലാ. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന എന്ന് പറയാവുന്ന ഒരു എഞ്ചിനീയറാണ് ശ്രീ ഹെം സബീർ. കോഴിക്കോട് PK സ്റ്റീലിലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ് അദ്ദേഹം. നമ്മളോട് 2 വാക്ക് സംസാരിക്കും. നല്ലൊരു പാട്ടുകാരനും കൂടിയാണ് കേട്ടോ, രാവിലെ നമ്മൾ കേട്ടല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സബീഹ്, MT അബ്ദുസലാം മൗലവിയുടെ മകനാണ്. മുസ്ലിയാർഗത്തു നിന്ന് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതും. MT അബ്ദുറോജ് സാഹിബിൻ്റെ മകൾ മലീഹയാണ് എൻ്റെ ഭാര്യ. ഞാൻ മുമ്പൊരു പ്രൊഫസർ പറഞ്ഞ ഒരു കഥ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ തീർക്കാം. ഒരു പ്രൊഫസർ കുട്ടികളുടെ മുമ്പിൽ ഒരു ജാർ എടുത്തിട്ട് അതിനകത്ത് കുറേ മെറ്റലിട്ട്, നമ്മൾ കോൺക്രീറ്റിനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റലിട്ടു. മെറ്റൽ നിറച്ചിട്ട് പ്രൊഫസർ ചോദിച്ചു, ഈ ജാറ് ഫുള്ളായില്ലേ എന്ന്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ആ ജാറ് ഫുള്ളായിരുന്നു. അതിനുശേഷം ഈ പ്രൊഫസർ കുറച്ച് മുത്തുകൾ എടുത്തിട്ട് വീണ്ടും അതിനുള്ളിട്ട്. അപ്പോൾ ഈ മെറ്റലിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ ഈ മുത്തുകളൊക്കെ പോയി നിറഞ്ഞു. അപ്പം പ്രൊഫസർ ചോദിച്ചു, ജാറ് ഫുള്ളായില്ലേ എന്ന്. അപ്പോഴും കുട്ടികൾ പറഞ്ഞു, ഈ ജാറ് ഫുള്ളായിരുന്നു. അതിനുശേഷം പ്രൊഫസർ കുറച്ച് മണലെടുത്ത് മണൽത്തരികളും ഈ ജാറിലിട്ടു. അപ്പോഴാ മണൽത്തരികളെ ഉൾക്കൊള്ളാനും ആ ജാറിൻ്റെ ഉള്ളിൽ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൊഫസർ ചോദിച്ചു, ഇപ്പം ജാറ് ഫുള്ളായില്ലേ എന്ന്. ഈ ജാറിനെ നമുക്ക് നമ്മുടെ ജീവിതത്തോട് ഒന്ന് ഉപമിക്കാം. ഈ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിലൂടെ പോകുന്ന ആളുകളാണ്. ഇവിടെ ജീവിതത്തിൽ നമുക്ക് എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നുള്ള ഒരു ഇതായിരുന്നു പ്രൊഫസർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിലുള്ള മെറ്റലിനെ നമ്മുടെ വിശ്വാസത്തോടും നമ്മുടെ ആരോഗ്യത്തോടും നമ്മുടെ കുടുംബത്തോടൊക്കെ നമുക്ക് ഉപമിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിനാണ്. അതിനുശേഷമാണ് ബാക്കി നമ്മുടെ മുത്തുകൾ, ലൈക്ക് നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കരിയർ, ഇതൊക്കെ നമ്മുടെ മുത്തുകളാണ്. പിന്നെ നമ്മുടെ ഈ പാട്ടും കളിയും തമാശയും എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഈ മണൽത്തരികളോടും ഉപമിക്കാം. അങ്ങനെ ജീവിതത്തിൽ നമുക്കൊരു പ്രയോറിറ്റി ഉണ്ടാവട്ടെ എന്നൊരു സന്ദേശവും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. താങ്ക് യു. അതുപോലെ
കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ PhD കരസ്ഥമാക്കുക എന്നുള്ളത് ഒരു ചില്ലറ കാര്യമല്ല. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ശ്രീ ജാസിർ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അബ്ദുൽ അലി കാക്കയുടെ മകനാണ്. MES മാറമ്പള്ളി കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അധ്യാപകനും വളരെ മികച്ചൊരു എഴുത്തുകാരനും പലപ്പോഴും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തോടൊക്കെ തികച്ച സംവാദങ്ങൾ നടത്തുന്ന വളരെ ഒരു വ്യത്യസ്തമായ വ്യക്തിത്വം കൂടിയാണ് ശ്രീ ജാസിർ. സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഞാൻ മുസ്ലിയാരത്ത് പറമ്പിൽ അബ്ദുൽ അലി മാഷിൻ്റെ മോനാണ്. നിങ്ങൾക്ക് മിക്കവർക്കും എൻ്റെ പിതാവിനെ വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ നിങ്ങളുടെ എത്ര പേർക്ക് എന്നെ നേരിട്ട് പരിചയം ഉണ്ടാവും എന്ന സംശയമാണ്. കഴിഞ്ഞൊരു 10-20 വർഷക്കാലവും വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ വാഴക്കാടിന് പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ വാഴക്കാട് കഴിഞ്ഞൊരു 10-20 വർഷക്കാലം അധികം ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എൻ്റെ 1-2 ഒബ്സർവേഷൻസ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പം നമ്മൾ ഈ പഠനകാലമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്തു, ഒരു ജോലിയൊക്കെ നേടി ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മളുടെ ഇൻബോൺ ടാലൻറ്റിനോ കഴിവിനോ നമ്മുടെ ജീവിത വിജയത്തിന്, പ്രത്യേകിച്ച് ഞാൻ പ്രായോഗികമായിട്ടുള്ള നമ്മുടെ അക്കാദമിക് എക്സലൻസിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ ജീവിത വിജയത്തിൽ യാതൊരു പ്രാധാന്യവും അല്ലെങ്കിൽ അതിര് കവിഞ്ഞ യാതൊരു പ്രാധാന്യവും ഇല്ല എന്നുള്ളതാണ് ഇന്ന് ഒരു അധ്യാപകനായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് പുതിയ വിദ്യാർത്ഥിനികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും മുറുകെ പിടിക്കേണ്ട 2 ക്വാളിറ്റീസ്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കേണ്ട 2 ക്വാളിറ്റീസ് റെസിലിയൻസ് ആൻഡ് പെർസെവറൻസ് ആണ്. വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്സില്ലാതിരിക്കുക, തോൽവി സമ്മതിക്കാനുള്ളൊരു മനസ്സില്ലാതിരിക്കുക, കാര്യം നേടുന്നവരെ പിടിച്ച് കടിച്ചു തൂങ്ങിയിട്ടായാലും അതിൽ തുടരാനുള്ളൊരു മനസ്സുണ്ടായിരിക്കുക. റെസിലിയൻസ് ആൻഡ് പെർസിവറൻസ് ഇത് നിങ്ങൾക്കുണ്ടെങ്കിൽ ജീവിത വിജയം സുനിശ്ചിതമാണ്. എൻ്റെ കോളേജിലെ PG വിദ്യാർത്ഥികളുമായിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം സംവദിച്ചപ്പോൾ ഉണ്ടായ ഒരു യാഥാർത്ഥ്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഓൺലൈൻ ടീച്ചിങ് സംരംഭത്തിൽ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ അവർ ക്ലാസ് എടുക്കാൻ വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 17 വർഷത്തെ പഠനത്തിന് ശേഷം സാങ്കേതികമായിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും ആ കുട്ടികൾക്കുണ്ട്. അതിനുശേഷം ഇവരുടെ അടുത്ത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു ജോലി അവരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സുഹൃത്ത് റെഡിയാണ്, ഏകദേശം എല്ലാ രീതിയിലും അദ്ദേഹം തയ്യാറാണ്. പക്ഷെ വളരെ സങ്കടത്തോടുകൂടി അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വേണ്ടത്ര വൈഭവം ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ +1 +2 ഡിഗ്രി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബെറ്റർ ചെയ്യുക. നിങ്ങൾ എന്താണോ നേടാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ 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 എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി കീപ് വർക്കിംഗ് ഹാർഡ്. താങ്ക് യു. താങ്ക് യു. കോഴിക്കോട് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി, തലശ്ശേരിയിലാണ് വീടെങ്കിലും വാഴക്കാടുമായി നിതാന്ത ബന്ധം എപ്പോഴും സ്ഥാപിച്ച ഡോക്ടർ ജസീം ഗഫറാക്കയുടെ മോനാണ്. വളരെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസ്സലാമു ഞാൻ ഡോക്ടർ ജസീം, കോഴിക്കോട് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിലെ കുട്ടികളുടെ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അപ്പോൾ ഈ പരിപാടി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഫരീദാത്തിനോട് ചോദിച്ചപ്പം യുവതലമുറക്ക് ഒരു മെഡിക്കൽ പ്രൊഫഷനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ സാധാരണഗതിയിൽ +2 കഴിഞ്ഞിട്ടുള്ളൊരു കുട്ടി ഒരു മെഡിക്കൽ പ്രൊഫഷൻ തിരഞ്ഞെടുക്കണമെങ്കിൽ അത് അറിഞ്ഞുകൊണ്ടും എടുക്കാം, അറിയാതെ എടുക്കാം. അറിയാതെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ സൂളജിക്ക് അല്ലെങ്കിൽ ബയോളജിക്ക് നല്ല മാർക്കാണ്, എന്നാൽ പിന്നെ മെഡിക്കലിനായിക്കോട്ടെ. അല്ല അതല്ലെങ്കിൽ കുറേ കാലത്തൊരു ട്രെൻഡായിരുന്നു +2 കഴിഞ്ഞാൽ ഒന്നിക്കൽ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്. ഇപ്പോഴും ആ ട്രെൻഡ് ഉണ്ട്. അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ടോ? ഇതല്ലാതെ ഈ പ്രൊഫഷൻ അറിഞ്ഞുകൊണ്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ ഉണ്ടാവാം, അതല്ലെങ്കിൽ ചെറുപ്പകാലം മുതലേ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് പോയി, അപ്പോൾ എനിക്കും ഭാവിയിൽ ആ ഡോക്ടറെ പോലെ ആവണം, അങ്ങനെ എന്തെങ്കിലും ഇൻസ്പിറേഷൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല.
കാരണം എൻ്റെ ഉപ്പയും ഉമ്മയും രണ്ടുപേരും ആയുർവേദ ഗവൺമെൻറ് ഡോക്ടേഴ്സാണ്. ഇപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ വീട്ടിൽ കുറേ രോഗികൾ വരുന്നതും അവരുടെ ഒരു എന്താ പറയണ്ടേ, അവരെ അസുഖം മാറുമ്പോൾ അവരുടെ ആ ഒരു നിർവൃതിയും ആ ഒരു ആശ്വാസം, അവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്കും അവരുടെ സന്തോഷമൊക്കെ കാണുമ്പം അതിൽ നിന്ന് തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഉടനെ തന്നെ മെഡിക്കൽ എൻട്രൻസ് എഴുതി, മെഡിക്കൽ കിട്ടി. പക്ഷേ നിർഭാഗ്യവശാൽ ഉപ്പാൻ്റെ ഉമ്മയും ഗവൺമെൻറ് ഡോക്ടേഴ്സ് ആയതുകൊണ്ട് എനിക്ക് മെഡിക്കൽ MBBS കിട്ടിയില്ല, BDS എടുക്കേണ്ടി വന്നു. എന്നാലും ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പല്ലുള്ളിടത്തോളം കാലം എല്ലാവരും നമ്മളെ ഓർമ്മിക്കും. ഇപ്പോഴും എല്ലാവരും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കും. അപ്പം അതൊരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിൽ തന്നെ സ്പെഷ്യലിസ്റ്റ് എന്ത് മേഖലയിൽ PG എടുക്കണം തോന്നിയപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കുറവുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് കുട്ടികളുടെ ഡെന്റൽ ഡെന്റിസ്റ്റ്, ഡെന്റൽ സ്പെഷ്യലിസ്റ്റ്. അങ്ങനെ പീഡിയോഡോണ്ടിക്സ് എന്ന് പറയും. ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞു. ഭാഗ്യത്തിന് അത് ഏറ്റവും ലാസ്റ്റ് വന്ന സ്പെഷ്യാലിറ്റി ആയതുകൊണ്ട് അതിൽ തന്നെ നല്ല ഉയർന്ന റാങ്കോടുകൂടി PSc കിട്ടി. മെഡിക്കൽ കോളേജ് തന്നെ പ്രൊഫസറായി കയറാനും പറ്റി. അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ രണ്ട് രീതിയിൽ ഡോക്ടർമാരാവും. ഒന്നുകിൽ ഒരു സേവന മനോഭാവമായിട്ട് ഡോക്ടർമാരാവുന്ന ആൾക്കാരുണ്ട്, അതല്ലെങ്കിൽ ഡോക്ടറായി കഴിഞ്ഞാൽ നല്ല വീട്, നല്ല കാറ്, നല്ല പൈസ ഉണ്ടാക്കാം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പ്രൊഫഷൻ എന്താണെന്ന് ശരിക്കും അറിഞ്ഞിട്ട് മാത്രമേ ഈ പ്രൊഫഷൻ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരു ഇപ്പോഴത്തെ പഴയ കാലത്ത് വെറും ഒരു MBS അല്ലെങ്കിൽ BDS ഡിഗ്രി ഉണ്ടെങ്കിൽ അയാൾ ആ നാട്ടിലെ ഏറ്റവും വലിയ ഡോക്ടറാണ്, ഇഷ്ടംപോലെ പേഷ്യൻ്റാണ്, നല്ല രീതിയിൽ അയാൾക്ക് സക്സസ്ഫുൾ ആവാം. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് കഴിഞ്ഞ് PG കഴിഞ്ഞ് അതിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഫെലോഷിപ്പും കൂടി കഴിഞ്ഞ് വരുമ്പോഴേക്ക് 35-40 വയസ്സാവും. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ എല്ലാ മേഖലയിലും അയാൾ പിന്നോക്കാം. പക്ഷേ അയാൾ സമൂഹത്തിൽ അയാൾക്കുള്ള ഡിമാൻഡ്സ് ഭയങ്കര കൂടുതലായിരിക്കും. മോശം കാലം സഞ്ചരിക്കാൻ പറ്റില്ല, മോശം വീട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും ഒരു ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഈ കോർപ്പറേറ്റ് ആയിട്ടുള്ള വലിയ ഹോസ്പിറ്റൽ അതുപോലത്തെ സെറ്റപ്പിലേക്ക് അയാളും തനിയെ അയാളെ സേവന മനോഭാവമൊക്കെ അവിടെ അയച്ചു വെച്ച് അയാളും ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ബിസിനസ് മെൻറ്റാലിറ്റി വരികയാണ്. ആ ഒരു ഇതിലേക്ക് നിങ്ങൾ പോകരുത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ പ്രൊഫഷൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കാലത്തെ പ്രയത്നം ഉണ്ട് ഈ ഒരു പ്രൊഫഷൻ കോഴ്സ് പാസ്സായി നിങ്ങൾ ആ മേഖലയ്ക്ക് ഇറങ്ങാൻ. എന്നാലും ഒരു രോഗിയെ നമ്മൾ ചികിത്സിച്ച് അയാളെ അസുഖം മാറ്റി അയാളുടെ അടുത്ത് കിട്ടുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്കും നമുക്ക് കിട്ടുന്ന ആ നിർവൃതി അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് മനസ്സിലാക്കി അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക. എന്തായാലും എനിക്കൊരു അഡ്വാൻറ്റേജ് കിട്ടിയ വെച്ചാൽ ഞാനൊരു ടീച്ചറും കൂടിയാണ്, മെഡിക്കൽ കോളേജ് പ്രൊഫസറാണ്. അപ്പം നല്ല ഒരു ഡെൻ്റൽ ഡോക്ടർമാരെ വാർത്തെടുക്കുക എന്നുള്ളൊരു വലിയൊരു ദൗത്യം അത് എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു എന്നെ അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഞാൻ എല്ലാവർക്കും ഈ പ്രൊഫഷൻ ഇന്നത്തെ കാലത്ത് ഈ ഡോക്ടർമാർക്കെതിരെയുള്ള ഈ അക്രമങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ട വെച്ചാൽ എല്ലാ ഡോക്ടർമാരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആൾക്കാരല്ല, നല്ല ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും എല്ലാവർക്കും നന്ദി. ജസാക്കല്ലാ. ഈ പ്രോഗ്രാമിലെ പ്രതിഭകളുടെ മിന്നലാട്ടത്തിലിരിക്കുന്ന വൺ ഓഫ് ദി യങ്ങസ്റ്റ് ആണ് ഡോക്ടർ EN അസീൽ. ജലീൽക്കാട് മോനാണ്. ഫിസിക്സിൽ തന്നെയാണ് PhD എടുത്തിരിക്കുന്നത്. തിരുനെൽവേലിയിലെ സദക്കത്തുള്ള അപ്പ കോളേജിൽ ഫിസിക്സ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. പുതിയ തലമുറയോട് 2 വാക്ക് അസീൽ സംസാരിക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയ തലമുറയുള്ള ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ പഴയ തലമുറ ഉള്ള ആളുകളുമാണ്. പുതിയ തലമുറയുള്ള ആളുകൾ ഒന്നെങ്കിൽ കളിക്കുകയാണ്, അല്ലെങ്കിൽ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് പുതിയ തലമുറയോടും പഴയ തലമുറയോടും ഒക്കെ കൂടി പറയാൻ പറ്റുന്ന മാത്രമേ പറയുന്നുള്ളൂ. ഒരു ആൾക്ക് ആദരവ് ലഭിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് അല്ലെങ്കിൽ അവരുള്ള സദസ്സിൽ ആദരവ് ലഭിക്കുമ്പോഴാണ്. അതിൽ കൂടുതൽ സന്തോഷം ഇരട്ടിക്കുക അവരുടെ കുടുംബാംഗങ്ങൾ കൂടിയുള്ള ഒരു സദസ്സിൽ ആദരവ് ലഭിക്കുമ്പോഴാണ്. ഞാനൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിലും സ്വദേശിയായിട്ടുള്ള ഒരു പരദേശിയാണ്. അഥവാ എന്തെങ്കിലും ഒരു ആദരവൊക്കെ PhDന്റെ ഭാഗമായിട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ അപ്പോഴൊന്നും നാട്ടിലുണ്ടാവില്ല. അതൊക്കെ ഉമ്മയും ഉപ്പയൊക്കെയാണ് വാങ്ങാറുള്ളത്. ആദ്യമായിട്ടാണ് PhD ലഭിച്ചതിന് ശേഷം ഉമ്മയുടെയും ഉപ്പയുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഒരു ആദരവ് ലഭിക്കുന്നത്. അതിന് ഈ മഖ്ദൂം കുടുംബ സംഗമ കമ്മിറ്റിയോട് ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ചെറുവാടിയാണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് തമിഴ്നാട്ടിലുള്ള തിരുനെൽവേലിയിലെ സദക്കത്തുള്ള അപ്പ കോളേജിലാണ്. ഇതിനു മുമ്പ് ഞാൻ PhD കഴിഞ്ഞതിന് ശേഷം 3 വർഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസ് എന്ന് പറയുന്ന ചെന്നൈയിലുള്ള വളരെ പ്രശസ്തമായ സ്ഥാപനത്തിൽ 3 വർഷം ഗവേഷണം നടത്തിയിരുന്നു. ഈ മേഖലയിലേക്കൊക്കെ നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഇനിയും കടന്നു വരേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ജസാക്കല്ലാ. ഇനി നോട്ട് ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ ഈ ഒരു സംഗമത്തിന്റെ നട്ടെല്ലെന്ന് വേണമെങ്കിൽ പറയാവുന്ന, എല്ലാ അർത്ഥത്തിലും ഇതിനെ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ മുസ്ലിയാറകത്ത് തോട്ടത്തിൽ കുടുംബത്തിലെ MT അത്തീഖ് റഹ്മാൻ തികച്ചും ഒരു എന്റർപ്രണറായി
എല്ലാ മേഖലയിലും ഒരു സമയത്ത് വാഴക്കാട് വന്നാൽ അത്തിക്കാക്കനെ കാണാറില്ല, പക്ഷെ എല്ലാത്തിനും ഇങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ അത്തിക്കാക്കൻ്റെ ഉണ്ടാവും. ഏതായാലും പുതിയ തലമുറയോട് സംവദിക്കാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എന്നെ ഏകദേശം എല്ലാവരും അറിയാൻ മതി. ഞാൻ MT മുഹമ്മദ് മാഷ് മകൻ, മൂത്ത മകനാണ് അത്തീഖ് റഹ്മാൻ. ഈ കച്ചവട രംഗത്ത് ഏകദേശം 30 വർഷമായി ഞാൻ കച്ചവട രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എന്നെക്കാട്ടി സീനിയറായിട്ടുള്ള അമീൻ കാക്ക കുറച്ച് ആൾക്കാരൊക്കെ പുറത്തുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എന്നെക്കാട്ടി സീനിയറാണ്. പക്ഷെ ഞാൻ ഈ പരസ്യം കൊടുത്തോണ്ടാന്ന് തോന്നുന്നു എന്നെ ഈ പരിപാടിക്ക് സംഘാടക സമിതി ക്ഷണിച്ചത്. എന്തായാലും എന്നെ ക്ഷണിച്ചതിന് സംഘാടക സമിതിക്ക് നന്ദി പറയുന്നു. എനിക്ക് പറയാനുള്ളത് ബിസിനസ് രംഗത്ത്, അതായത് ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഞാൻ ഏകദേശം 25 വർഷമായിട്ട് ഗൾഫിൽ ബിസിനസ് എടുത്തായിരുന്നു. അതിനുശേഷം 4 വർഷമായിട്ടുള്ള നാട്ടിലെത്തിയിട്ട് കാരുണ്യവൻ്റെ മുന്നിലുള്ള ഷോപ്പാണ് നടത്തുന്നത്. നാട്ടിൽ ബിസിനസ് നല്ല റിസ്ക്കുമാണ്, അല്ല നല്ല ലാഭകരമാണ്. അത് ആ റിസ്കിൽ എടുക്കുന്നവർക്ക് മാത്രം. അല്ലാതെ ഒരു ബിസിനസ് നടത്തി അതിനെ മൈൻഡ് ചെയ്യാതെ മറ്റുള്ള പണിക്കാരെ വെച്ച് പോകുന്നൊരു സിസ്റ്റം ആണെങ്കിൽ നാട്ടിൽ വമ്പം പരാജയമാണ്. കാരണം ഇടവണ്ണപ്പാറ നിങ്ങൾക്കറിയാം, ഏകദേശം നമ്മളെ പിന്നെ പാണക്കാട് തങ്ങന്മാരൊക്കെ 10 പ്രാവശ്യം ഒരു ഷോപ്പ് തന്നെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പൂട്ടിപ്പോവാണ്. അപ്പോൾ ആരും ഇതിനെപ്പറ്റി തീർച്ചയായിട്ടും വളരെ ആഴത്തിൽ പഠിക്കാതെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മളെ യുവതലമുറ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ തീർക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ബിസിനസ്സിലേക്ക് വരാൻ പറ്റൂ. അത് നാളേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. അത് ഇന്ന് എന്ത് നടക്കണം അത് ഇന്ന് തന്നെ തീരുമാനിക്കണം. അത് ഇന്ന് നടത്തുകയും വേണം. പിന്നെ ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ പെൻഷനില്ല. ഫുൾ ടൈം അതായത് രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മറ്റുള്ള എല്ലാ മേഖലയും ഇപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാവർക്കും പിന്നെ ഏകദേശം ഏജ് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ട്. പക്ഷേ ബിസിനസ്സുകാർക്ക് മാത്രമില്ലാത്തൊരു കാര്യമാണത്. അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഒരു കച്ചവട രംഗത്തേക്ക് പിന്നെ ഒരുപാട് നമ്മളെ കുടുംബത്തിൽ എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും മറ്റൊക്കെ കണ്ട്, അപ്പോൾ പരമ്പര നിലനിർത്താൻ വേണ്ടി ഏറ്റെടുത്താണ് ഞാൻ ഈ കച്ചവടം. മുസ്ലിയാരകത്തെ കുടുംബത്തിൽ കച്ചവടത്തിൻ്റെ പാരമ്പര്യം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, നമ്മളെ മുസ്ലിയാരകത്തെ ഞാൻ എടവണ്ണപ്പാറ കച്ചവടം തുടങ്ങിയിട്ട് 4 വർഷമായിട്ടുള്ളൂ. നമ്മളെ മുസ്ലിയാരകത്തിൻ്റെ പാരമ്പര്യം വിശ്വസ്തതയും എനിക്ക് ഭയങ്കര മുതൽക്കൂട്ടാണ്. കാരണം വല്യാപ്പൻ്റെ ആ വിശ്വസ്തത അതാണ് എൻ്റെ കച്ചവടത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. കാരണം ഞാൻ ഇപ്പോൾ ഈ നിലവിൽ 4 വർഷമായി എനിക്ക് മലപ്പുറം ജില്ലയിലെ സ്റ്റാർ ഏജൻസി, ഞാൻ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്ത സ്റ്റാർ ഏജൻസിൻ്റെ 10 ഡീലർമാരിൽ ഏറ്റവും നല്ല ഡീലറാണ് ഞാൻ. അത് 4 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ നമ്മളെ ഈ വാഴക്കാട് ഏരിയകളിൽ നമ്മളൊരു വിശ്വാസം, അതായത് നമ്മളെ പട്ടത്തെ തുണിഷാപ്പ് വല്യാപ്പ എന്ത് പഠിപ്പിച്ചു ആ പിന്നെ വിശ്വസ്തത കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മളിവിടെയും കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ട്, അവിടെ പോയാൽ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ്, അതേമാതിരി നമ്മളെ പറ്റിക്കുള്ള ചിന്ത ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും ഇതെന്ന് മാത്രമല്ല നമ്മളാ മഗ്ദൂം പാരമ്പര്യം നിലനിർത്തണമെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഫരീദ് എണീക്കാൻ തുടങ്ങും. അതുകൊണ്ട് മുമ്പ് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മുടെ സ്റ്റേജിലുണ്ട് ബഷീർ മൊഹീദ്ദീൻ സാഹിബ്. നമുക്കറിയാം കൊച്ചി കലൂരിലെ മസ്ജിദിലെ ഇമാമാണ്. അദ്ദേഹം നമ്മുടെ നസീഹത്ത് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ പ്രോഗ്രാം പ്രതിഭകളോടൊപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇവരുടെ സംസാരത്തിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെർസിവറൻസ്, റിസൈലിയൻസ് ആൻഡ് മോർ ഓവർ സെൽഫ് ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത്. പാരമ്പര്യമുണ്ട് അല്ലേ? പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ആ തഴമ്പ് നിലനിർത്തുന്നതിന് വേണ്ടി അഹോരാത്രം കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന, അതോടൊപ്പം എല്ലാ അർത്ഥത്തിലും മതപരമായും ഭൗതികമായും ആ മുഖമുദ്ര നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും നല്ല ഒരു തലമുറയായിട്ട് നമുക്ക് മാറണം. അപ്പൊ ഞാനൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും എനിക്കറിയാം വല്യാപ്പയുടെ സ്വാധീനം. MT അബ്ദുറഹ്മാൻ മൗലവിനെയാണ് ഞങ്ങൾ വല്യാപ്പ വിളിച്ചത്, പക്ഷെ ഞങ്ങളെ വല്യാപ്പനെ ഞങ്ങൾ കണ്ടിട്ടില്ല. വല്യാപ്പ ആ പകർന്നു തന്ന വായനാശീലം, ഉമ്മ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിരുന്ന ഒരു പഠനശീലം, ബാപ്പ നൽകി വന്ന സ്നേഹം, ഇതൊക്കെ ഞങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എല്ലാ കുടുംബത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പാരന്റ്സ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ വളർച്ചയിലാണ്. അവർക്ക് അതിൽ നിന്നൊന്നും നേടാനില്ല. നമ്മളാണ് അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും സോഷ്യൽ സ്റ്റാറ്റസും ഒക്കെ അനുഭവിക്കുന്നത്. അവർക്ക് ലഭിക്കുന്നത് ഒരു നിറഞ്ഞ പുഞ്ചിരിയും സന്തോഷവും മാത്രമായിരിക്കും. നമ്മുടെ വഴികളെ നാം തന്നെ തെരഞ്ഞെടുക്കുക, അത് തെളിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ആൻഡ് ഫൈനലി ഒരൊറ്റ കാര്യം ഇത് തന്നെയാണ്, സെൽഫ് ഡിസിപ്ലിൻഡ് ആവുക. പുതിയ കാലത്ത് ടെക്നോളജിയും അതുപോലെയുള്ള എല്ലാ മാമൂലുകളും, ഇൻസ്റ്റ ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, സ്നാപ്ചാറ്റുകളാവട്ടെ, മറ്റെല്ലാ മേഖലകളിൽ നിന്ന് നിങ്ങളെ പഠിക്കാനിരിക്കുമ്പോൾ തിരിച്ചു വിളിക്കുന്ന പല പല കാര്യങ്ങളുണ്ടാവും. അവിടെ നിന്നൊക്കെ മാറി നിന്ന് പഠിക്കേണ്ട സമയം പഠിക്കാനും കളിക്കേണ്ട സമയം കളിക്കാനും
പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാനും സാമൂഹ്യ രംഗത്ത് ഇടപെടേണ്ട സമയത്ത് ഇടപെടാനും എന്താണോ മഖ്ദൂമികൾ ചെയ്തിരുന്നത് അതുപോലെ ചെയ്യാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ഇവിടെ വിരാമം കുറിക്കുകയാണ്. നന്ദി. വാഹിറു ദവാന അൽഹംദുലില്ലാഹ്. ഹലോ.